കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ മുടി കൊഴിച്ചിൽ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. ശരീരപുഷ്ടിക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ബദാമിൽ വൈറ്റമിൻ ഇ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നല്ലതാണ്. സ്കിൻ നല്ല ഗ്ലോ ആവാനൊക്കെ ആയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെയിറ്റ് വെക്കാനൊക്കെ ആയിട്ടും ശരീരപുഷ്ടിക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ 7 ബദാം എടുക്കുക. 7 ബദാം നമ്മൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെക്കുക. ഇനിയിപ്പോൾ രാത്രിയാണ് നമ്മളിത് കഴിച്ചിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഒരു 7 ബദാം എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാലും മതി. അപ്പോൾ 7 ബദാം എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി ആ ഒരു 7 ബദാം ഈന്തപ്പഴം എടുക്കുക. ഈ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുരു എടുത്ത് അങ്ങനെ കളഞ്ഞിട്ട് ഈ ഈന്തപ്പഴത്തിൻ്റെ അകത്ത് വെച്ചിട്ടോ നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഈന്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് 7 ബദാം എടുത്ത് കഴിക്കാം. അപ്പോൾ ഒരു 4 5 ഈന്തപ്പഴവും ഈ ബദാമും കൂടി നിങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടോ. നല്ല രീതിയിൽ തന്നെ അയൺ കണ്ടന്റ് ഉള്ളതാണല്ലോ നമ്മുടെ ഈന്തപ്പഴം. അപ്പോൾ ഈന്തപ്പഴം ഈ ഒരു വൈറ്റമിൻ ഇ ഒരുപാട് അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ ഒരു ബദാമും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ശരീരപുഷ്ടിക്ക് നല്ലതാണ്. സ്കിൻ ഗ്ലോ ആവാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.